കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിരം നോട്ടപ്പുള്ളികളിൽ ഒരാളാണ് മാധ്യമപ്രവർത്തകനും ഫാക്ട് ചെക്കറും ഓൾട്ട് ന്യൂസ് സഹസ്ഥാപകനുമായ മുഹമ്മദ് സുബൈർ. അദ്ദേഹത്തിനെതിരെ പലപ്പോഴായി കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 2018 മതവികാരം വ്രണപ്പെടുത്തി എന്നാരോപിച്ച് ഡൽഹി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഏറെ നാൾ അദ്ദേഹത്തിന് തടവിൽ കഴിയേണ്ടിയൊക്കെ വന്നിരുന്നു. അതിനുശേഷവും പലവിധ കേസുകൾ അദ്ദേഹത്തിനെതിരെ കേന്ദ്ര സർക്കാർ ചുമത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട്, മുഹമ്മദ് സുബൈറിൻ്റെ എക്സ് അക്കൗണ്ട് മരവിപ്പിക്കണം, അതിലെ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി പോലീസ് കമ്പനിക്ക് എക്സിന് ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ആ നോട്ടീസോടുകൂടി തന്നെ മുഹമ്മദ് സുബൈർ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റാണ് ഇപ്പോൾ സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ സ്ഥിരം ശൈലി തുടരുകയാണെന്നതിൻ്റെ സൂചന കൂടിയാണിത് എന്ന് വേണം മനസ്സിലാക്കാൻ. അജിംസ്, എന്ത് തോന്നുന്നു? മുഹമ്മദ് സുബൈറിന് അക്കൗണ്ട് മരവിപ്പിക്കണം, അതിലെ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് എക്സിന് നൽകിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഒരു സ്ഥിരം ശൈലി, ഈ വിമർശിക്കുന്നവരെ വായടപ്പിക്കാനുള്ള ശൈലി തന്നെ മൂന്നാം മോദി സർക്കാരും തുടരുന്നു എന്ന് വേണമോ വിലയിരുത്താൻ? ആഭ്യന്തരമന്ത്രി ഇപ്പോഴും അമിത്ഷാ തന്നെയാണ്, മാറ്റില്ല. NDA ആണ് ഭരിക്കുന്നതെങ്കിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. പിന്നെ IT വകുപ്പ്, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അശ്വിനി വൈഷ്ണവാണ്. പക്ഷേ ഇവിടെ ഈ നോട്ടീസ് വരാനുള്ള കാരണം ഡൽഹി പോലീസിൻ്റെ നോട്ടീസ് തുടർന്നാണ് എക്സ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാവും. ആ മുന്നറിയിപ്പ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പൂർണ്ണമായും അത്തരം ഈ സർക്കാർ ഇടപെടലുകളെ എക്സ് പിന്തുണയ്ക്കുന്നില്ല. അതിൻ്റെ യൂസേഴ്സിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രശ്നം പറയുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു നിയമ വഴി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാൻ ഈ നോട്ടീസ് ഒരു മുന്നറിയിപ്പാവട്ടെ എന്നാണ് ആ മുന്നറിയിപ്പ് പറയുന്നത്. പക്ഷേ ഡൽഹി പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അതിൻ്റെ സ്ഥിരം ശൈലി പിന്തുടരുകയാണ്. കാരണം ഇത്തവണ നമ്മൾ ശ്രദ്ധിച്ചറിയാം, മോദി സർക്കാരിനുള്ള വോട്ട് കുറയാൻ ഈ വെറുപ്പിനും വിദ്വേഷത്തിനും വ്യാജ വാർത്തകൾക്കുമെതിരായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ, ധ്രുവറാഠി, അതുപോലെ സുബൈർ, പ്രതീക് സിൻഹ, അങ്ങനെ ഒരുപാട് പേരറിയാത്ത കുറേ അധികം ആളുകൾ, അത്തരം ആളുകൾ നടത്തിയൊരു ചെറുത്തുനിൽപ്പ് ചെറിയ ഇമ്പാക്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒന്ന്, ഒരുതരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഡീടോക്സിക്കേഷൻ നടക്കുകയാണ്. അതായത് വിഷമിറക്കുന്ന ഒരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ കുറേ കൂടി യുക്തിസഹമായി ചിന്തിക്കാൻ തുടങ്ങുകയും, ഇപ്പോൾ ധ്രുവറാഠിയുടെ വീഡിയോസിന് തന്നെ മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ട്രാഫിക് അല്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ അവർ കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ വായിക്കാം. മറ്റൊന്ന്, ജനങ്ങളിലേക്ക് കൂടുതൽ ഇത് എത്തിക്കുന്നതോടുകൂടി അവരുടെ തോട്ട് പ്രോസസ്സിനെ അത് മാറ്റുന്നു. എന്തായാലും അത് ഇതുവരെ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരുന്ന സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ വിദ്വേഷ പ്രചാരണങ്ങൾക്ക്, ആ പ്രചാരണങ്ങൾ വഴി ഉണ്ടാക്കിയെടുത്തുള്ള എന്താണ് പറയുക, സാമൂഹിക ധ്രുവീകരണത്തിന്, പോളറൈസേഷന് ഒരു മറുമരുന്നായി ഇവരൊക്കെ മാറുകയാണ്. അപ്പോൾ അത് എത്രമാത്രം കേന്ദ്ര സർക്കാരിന് സഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ധ്രുവറാഠി എന്ന് പറയുന്ന മനുഷ്യൻ ജർമ്മനിയിൽ നിന്നിട്ടായിരുന്നു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സുബൈർ ഇന്ത്യ തന്നെയാണുള്ളത്. അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്ന ആളാണ്. സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. അപ്പോൾ വീണ്ടും അങ്ങനെ ഒരു കേസ് നിലനിൽക്കുക, ആ കേസിൽ ജാമ്യം നൽകിയിരിക്കെ വീണ്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യാം എന്ന് വിചാരിച്ചാൽ വേറെ അക്കൗണ്ട് തുടങ്ങി അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ അക്കൗണ്ട് മരവിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ അദ്ദേഹം തിരിച്ചു വരും. ആ പണി അദ്ദേഹം നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മരവിപ്പിക്കപ്പെട്ട നിരവധി ട്വിറ്റർ അക്കൗണ്ടുകൾ ഉണ്ടെന്നുകൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഹിന്ദുത്വ വാച്ച് എന്ന് പറയുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിറ്റർ അക്കൗണ്ട്, അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇന്ത്യയിൽ നടക്കുന്ന ഹെയ്റ്റ് ക്രൈംസ്, വിദ്വേഷ കൊലകൾ, വിദ്വേഷ പ്രചാരണങ്ങൾ, വിദ്വേഷവുമായി ബന്ധപ്പെട്ട വീഡിയോസ് അവർ ഫ്ലാഗ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരാളൊരു വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ അവരതിൻ്റെ വീഡിയോ ക്ലിപ്പ് വിദ്വേഷ പ്രസംഗം നടന്നിരിക്കുന്നു എന്ന് അധികാരികളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരുന്ന ആൾ ലണ്ടനിൽ ഇരുന്നിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുന്നുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. ലണ്ടനിൽ നിന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇന്ത്യയിൽ നമുക്കിപ്പോൾ ആ പേജ് ലഭ്യമല്ല. പുറം രാജ്യങ്ങളിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ കഴിയും. ഇന്ത്യയിൽ ആ പേജില്ല, ഹിന്ദുത്വ വാച്ച് നമുക്ക് കിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ വെറുപ്പിനെതിരെ, അതായത് നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തെ ഫ്ലാഗ് ചെയ്യുന്നവരെ പോലും അവർ അക്കൗണ്ട് പൂട്ടിക്കുകയാണ്. അപ്പോൾ ഭരണകൂടം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇവർക്ക് മറ്റു മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും. ഇപ്പോൾ ധ്രുവറാഠിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ ന്യായമായും സംശയിക്കുന്നത്, ഇപ്പോൾ സുബൈറിന് വരുന്ന പോലുള്ളൊരു ഒരു ഭീഷണി ധ്രുവറാഠിക്ക് തീർച്ചയായിട്ടും ഈ NDA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷേ അദ്ദേഹം അത് ഭയക്കുന്നില്ല. അദ്ദേഹം പലരും സാമൂഹ്യ മാധ്യമങ്ങൾ വെല്ലുവിളിച്ചു. അദ്ദേഹത്തെ ഒരു മുഖ്യധാരാ മാധ്യമ പ്രവർത്തക തന്നെ ജർമ്മൻ കോക്രോച്ച് എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായതാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന് റൈറ്റ് വിങ് ട്രോൾസ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചപ്പോൾ അദ്ദേഹം ധൈര്യമായിട്ട് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ എന്നുള്ള വീഡിയോ ഇട്ടു, ഞാൻ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ സുബൈറിന് കൊടുത്തിട്ടുള്ള ഈ നോട്ടീസ് ഒരു സൂചനയാണ്. ഞങ്ങൾ വീണ്ടും വന്നു, NDA ഒക്കെ ആണെങ്കിലും അമിത്ഷാ തന്നെയാണ് ഭരിക്കുന്നത്, അപ്പോൾ സൂക്ഷിച്ച് കളിക്കും എന്നുള്ളൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ
ഈ പാണ്ടന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ അത്ര ഒരു എന്താ പറയുക അടിച്ചമർത്തുന്ന ഒരു രീതിയിലേക്ക് അമിത്ഷായ്ക്ക് ഈ ടൈമിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പേടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഭയം ആളുകളിൽ നിന്ന് ഭയം മാറുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കങ്കണ റണാവത്തിന് വിമാനത്താവളത്തിൽ നേരിടേണ്ടുന്ന ദുരവസ്ഥ. ഞാനതിനെ ന്യായീകരിക്കുകയല്ല, അത് ആളുകളുടെ ഭയം മാറുന്നതിനുള്ള സൂചനയാണ്. അങ്ങനെ പല എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. പല കാര്യങ്ങളിൽ അത്തരം ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കാണാൻ കഴിയും. ആളുകളുടെ ഭയം പേടിച്ച് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ RSS തന്നെ മോദിയെ വിമർശിക്കുന്നു, അവർ ഞങ്ങൾക്ക് വിമർശിച്ചുകൂടെ എന്ന് ആൾക്ക് തോന്നും. അങ്ങനെ RSSൻ്റെ വിമർശനം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത്തിൻ്റെ പ്രസംഗം വരുന്നു, ഇന്ദ്രേഷ് കുമാറിൻ്റെ പ്രസംഗം വരുന്നു. അങ്ങനെ പല കോണുകളിൽ നിന്ന് ഇങ്ങനെ മോദിയെ വിമർശിക്കാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആ ഭയം മാറി തുടങ്ങിയാൽ ആളുകൾ പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ ഇങ്ങനെ സുബൈറിനെ പിടിച്ച് അകത്തിട്ടോ അല്ലെങ്കിൽ സുബൈറിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചോ മറ്റുള്ളവരെ നിശബ്ദരാക്കാനുള്ള ഒരു പണി ഈ കുറി നടക്കുമെന്ന് തോന്നുന്നില്ല. യെസ്, അതാണ് നിഷാദ്. ഇനി പേടിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ഇനി അധികം വില പോവില്ല എന്നതാണോ പറയേണ്ടത്? കാരണം ധ്രുവ് റാട്ടി, സുബൈറിനെ പോലെ ഒരുപാട് പേരുണ്ട്, ശക്തമായൊരു പ്രതിപക്ഷമുണ്ട്. അതുകൊണ്ട് ഇനി എന്തായിരിക്കും NDAയുടെ നീക്കങ്ങൾക്കെതിരെ സംഭവിക്കാൻ പോകുന്നത്? അവരൊരു സന്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾ പൂട്ടുമെന്ന സന്ദേശം വന്നപ്പോൾ തന്നെ കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മീഡിയ വണ്ണിനെ പൂട്ടിയപ്പോൾ സന്ദേശം എന്തായിരുന്നു? ഇന്ത്യയിലാകമാനുള്ള മാധ്യമങ്ങളോട് മര്യാദ അല്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും, ഞങ്ങൾക്ക് വിഷയമല്ല എന്ന സന്ദേശം. പക്ഷേ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അതെന്തുമാത്രം പ്രയോഗതലത്തിൽ വരും, ആളുകൾ എന്തുമാത്രം ഭയപ്പെടും എന്ന ക്വസ്റ്റ്യനാണ് അവരുടെ മുമ്പിൽ ഇത്തവണ ഉള്ളത്. ഇപ്പോൾ ഈ മുഹമ്മദ് സുബൈറിനെ പിടിച്ച് അകത്തിട്ടാൽ കൈയടിക്കാൻ അന്നുണ്ടായിരുന്ന അത്രയും ആളുകൾ ഇപ്പോൾ കാണില്ല. നിങ്ങൾ ഈ ചെയ്യുന്നത് മോശമാണെന്നും നിങ്ങൾക്കെതിരായിട്ടുള്ള സംഗതികൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ പൂട്ടുകയാണെന്നും പറയാൻ കുറേ ആളുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താണ്, സുബൈർ ഈ ശ്രദ്ധിക്കപ്പെടുകയും വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഫോളോവേഴ്സിൻ്റെ ഇരട്ടി ഫോളോവേഴ്സ് ഇപ്പം അയാൾക്കുണ്ട്. 1.1 മില്യൺ ഫോളോവേഴ്സ് ട്വിറ്ററിൽ മാത്രം, എക്സിൽ മാത്രം അയാൾക്കുണ്ട്. എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ധ്രുവ് റാട്ടിയുടെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ എത്ര മില്യൺ, 10-20 മില്യണിലേക്ക് അയാളുടെ സബ്സ്ക്രൈബേഴ്സ് കുതിക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്, അത് കേൾക്കാൻ, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന, അയാൾ ക്വാളിറ്റേറ്റീവായിട്ടുള്ള എന്തോ സംഗതിയാണെന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഒരു ഫോൾസ് നെറേറ്റീവ് ഉണ്ടാക്കി ആ നെറേറ്റീവിൻ്റെ പുറത്ത് നിന്ന് വിജയം ആഘോഷിക്കാമെന്ന് വിചാരിച്ച മോദി സംഘത്തിന് അവരുണ്ടാക്കാൻ ശ്രമിച്ച സംഗതി പൊളിഞ്ഞു പോകുന്നുണ്ട്. അത് പൊളിച്ചതാരാണ്? ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഭയപ്പെടുത്തുക, അവരെ ദുർബലരാക്കുക എന്ന ആശയം ഉറപ്പായിട്ടും കാണും. കാരണം നമുക്ക് തിരിച്ചു വരണമല്ലോ, നമുക്ക് ഉത്തർപ്രദേശിൽ ജയിക്കണമല്ലോ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സീറ്റ് വീണ്ടെടുക്കണമല്ലോ, മോദിയുടെ ഭൂരിപക്ഷം ഉയർത്തണമല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യും? സദ്ഭരണം നമുക്ക് തൽക്കാലം ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ്. കാരണം ഓൾറെഡി നമ്മൾ ഭരണം പോലുള്ള കാര്യങ്ങളെല്ലാം അംബാനി, അദാനി പോലുള്ള ആളുകളുമായിട്ട് സഹകരിച്ചു പോകുന്നു. ഒരുപാട് സങ്കീർണതകളുണ്ട്. അപ്പോൾ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം നമ്മൾ സദ്ഭരണമാണ് നടത്തുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ്. കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ ഉത്തരോത്തരം വികസിക്കുകയാണ്. അയോധ്യ ഒരു ക്ഷേത്രഭൂമികയായി വളർന്നു വലുതാവുമ്പോൾ അവിടുത്തെ മുഴുവൻ ആളുകളും ആനന്ദിക്കുകയാണെന്നാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ പുറമ്പോക്കിൽ നിന്ന് പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വലിയൊരു ക്ഷേത്ര നഗരം പടുത്തുയർത്തിയപ്പോൾ അവരാണ് അവിടെ തോൽപ്പിച്ച് മോദിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം മേലെ ഒരു സംഗതി കെട്ടിപ്പൊക്കണമെങ്കിൽ വിമർശകർ, ഫാക്റ്റ് പറയുന്നവർ, സത്യം പറയുന്നവർ ഉണ്ടാവാതിരിക്കണം. അപ്പോൾ അതിന് ഞാൻ വിചാരിക്കുന്നു മോദി, അമിത്ഷാ നന്നായി ഇത്തവണയും പണിയെടുക്കും. ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ ധ്രുവ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിരിക്കും ഇത്തവണ. നേരത്തിൽ ഒരു തർക്കമില്ല. എന്തായിരിക്കും അയാളെ ചെയ്യാൻ പോകുന്നത്, അയാൾക്കെതിരായി ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന് കാണണം. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളെ, ഓഡിറ്റിനെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കും. ആ പോളിസിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നതിൻ്റെ സൂചന തരുന്നതാണിത്. പക്ഷേ നേരത്തെ പറഞ്ഞ ആളുകൾ കുറച്ചുകൂടെ ധൈര്യമുള്ളവരായി മാറിയിരിക്കുന്നു. വേറെ എന്തൊക്കെയോ ആണ് സത്യം നമ്മളിതുവരെ കേട്ടതല്ല എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇനി വലുതാവാൻ പോകുന്നത്. യെസ്, അതാണ്. എന്തായാലും അങ്ങനെ അങ്ങ് പേടിപ്പിച്ച് ഭരിക്കാൻ, നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വിമർശകരെ വായടപ്പിക്കാൻ അല്പം കൂടുതൽ വിയർക്കേണ്ടി വരും മൂന്നാം മോദി സർക്കാരിന്. കാരണം അങ്ങനെ അങ്ങ് പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നവരാവില്ല ഇനിയുള്ളവർ. കാരണം അത്രയധികം ശക്തമായൊരു പ്രതിപക്ഷമുണ്ട്. കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന, വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ ഇനിയും ഉയർത്തെഴുന്നേറ്റ് കൊണ്ടേയിരിക്കുമെന്നത് ഉറപ്പാണ്. ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.